നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. അങ്ങനെ നടൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ലൈസൻസിന് ഏകദേശം ഒരു തീരുമാനമായി. മോട്ടോർ വാഹന വകുപ്പ് നൽകിയ 3 നോട്ടീസുകൾക്കും മറുപടി നൽകാത്ത സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിരിക്കുന്നത്. ഇതിന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പച്ചക്കൊടി ലഭിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഗതാഗത വകുപ്പിൻ്റെ നിയമത്തിനതീതരല്ല ഒരു നടന്മാരും ഒരു വിഐപികളുമെന്ന് കെ.ബി. ഗണേഷ് കുമാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സുരാജ് വെഞ്ഞാറമൂട് എന്ന നടന് 3 തവണ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി. നിയമപരമായി ആ നോട്ടീസിന് മറുപടി നൽകേണ്ട ബാധ്യത ഒരു പൗരൻ എന്ന നിലയ്ക്ക് സുരാജ് വെഞ്ഞാറമൂടിനുണ്ട്. ഇത് ഏതെങ്കിലും സാധാരണക്കാരനാണെങ്കിൽ എന്ത് നടപടിയാണോ മോട്ടോർ വാഹന വകുപ്പ് എടുക്കുമായിരുന്നത്, ആ നടപടി തന്നെ സ്വീകരിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചു എന്നാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ വകുപ്പിന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അനുമതി നൽകിയിരിക്കുന്നു. സൗഹൃദമോ ചലച്ചിത്ര നടനെന്ന പരിഗണനയോ ഒന്നും തന്നെ നിയമം നടപ്പാക്കാൻ തടസ്സമാകില്ല എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ നിയമം അല്ലെങ്കിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന നിയമം ഇതെല്ലാവർക്കും ബാധകമാണ്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായി വന്നപ്പോൾ തന്നെ സമൂലമായ മാറ്റം ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ വകുപ്പിൽ അടിമുടി അഴിച്ചുപണി നടത്തി കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും ദീർഘകാലത്തേക്ക് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുന്നതാണ്. എന്നാൽ ചില തൽപര കക്ഷികൾ, ചില കമ്മീഷൻ ഏജന്റുമാർ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭയ്ക്കുള്ളിലുമൊക്കെ ചില അടിപ്പണികൾ തുടങ്ങിയെന്നുള്ളത് അറിയാൻ കെ.ബി. ഗണേഷ് കുമാർ വൈകി. അതുമാത്രവുമല്ല, സ്ഥാനമൊഴിഞ്ഞ ഗതാഗത മന്ത്രി ആന്റണി രാജുവിൻ്റെ ചില ഇരട്ടത്താപ്പുകളും വലിയ പ്രതിസന്ധികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സൃഷ്ടിച്ചത്. സർക്കാരിൽ പിണറായി വിജയന് തന്നെ വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുമാത്രവുമല്ല, സംസ്ഥാനത്ത് കാലങ്ങളായി നടന്നു വന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് അത് പൂർണ്ണമായും പരിഷ്കരിക്കാനെടുത്ത തീരുമാനം, അത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ മാഫിയയ്ക്ക് ഒട്ടും ദഹിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനവർ പറയുന്ന ന്യായം, ഇനി മുതൽ വമ്പന്മാർ, കോർപ്പറേറ്റുകൾക്ക് മാത്രമേ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താൻ പാടുള്ളൂ. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും അവസരങ്ങൾ. ചെറിയ തോതിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം പൂട്ടിപ്പോകും. അതിന് മന്ത്രി പറയുന്ന ന്യായമുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതികമായി എല്ലാ തികവോടും കൂടി നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം സംസ്ഥാനത്ത് പ്രവർത്തിച്ചാൽ മതി. റോഡിൽ ആക്സിഡന്റ് പാടില്ല. റോഡിൽ വണ്ടിയുമായി ഇറങ്ങുന്നവന് ആ റോഡിന്റെ നിയമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടാകണ്ടേ? ഡ്രൈവിംഗ് സ്കൂൾ എന്ന പേരിൽ ഒരു ബോർഡ് സ്ഥാപിച്ച് തട്ടിക്കൂട്ട് പ്രസ്ഥാനം നടത്തി വരുന്ന ഈ മേഖലയിലെ തട്ടിപ്പുകാരുടെ സ്ഥാപനം പൂട്ടണം. അതേസമയം കൃത്യമായ സംവിധാനങ്ങളോടുകൂടി, കൃത്യമായ സാങ്കേതിക തികവോടുകൂടി, ശാസ്ത്രീയമായ രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്താൻ കഴിവുള്ളവർക്ക് ഈ മേഖലയിൽ തുടരാം. ഈ തീരുമാനമെടുത്തിൽ എന്താണ് തെറ്റ്? നമ്മുടെ റോഡിൽ വാഹനവുമായി ഇറങ്ങുന്ന എത്ര പേർക്ക് കൃത്യമായി റോഡ് സുരക്ഷാ നിയമങ്ങൾ അറിയാം? എത്ര പേർക്ക് റോഡിലെ ട്രാഫിക് നിയമങ്ങൾ അറിയാം? ആരൊക്കെ പാലിക്കുന്നുണ്ട്? അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ കെ.ബി. ഗണേഷ് കുമാർ എടുത്ത തീരുമാനം ശരിയാണ്. എന്നാൽ ആ തീരുമാനമെടുത്തത് കെ.ബി. ഗണേഷ് കുമാർ ആയതുകൊണ്ടുള്ള ചൊരുക്കാണ് പല ആളുകൾക്കും. അത് പലരിലൂടെയും തീർക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നടൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സംഭവം വന്നിരിക്കുന്നു. തമ്മനത്ത് ജൂലൈ മാസം 26 നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സുരാജ് വെഞ്ഞാറമൂടിന് നോട്ടീസ് നൽകിയത്. അതായത് സുരാജ് വെഞ്ഞാറമൂട് ഓടിച്ചിരുന്ന കാർ ഇടിച്ച് ഒരു ചെറുപ്പക്കാരന് പരിക്കേൽക്കുന്നു. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അമിത വേഗതയിൽ കാർ ഓടിച്ചിരുന്നതിന് ഒരു നോട്ടീസ് നൽകുന്നു. താങ്കളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാര്യം ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അത് രേഖാമൂലം ബോധ്യപ്പെടുത്തുക. നോട്ടീസ് കൈപ്പറ്റി അതിൻ്റെ ചെല്ലാൻ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചു. എന്നാൽ മറുപടിയില്ല. രണ്ടാമത് നോട്ടീസ് അയച്ചു, അതിനും മറുപടിയില്ല. മൂന്നാമത് നോട്ടീസ് അയച്ചു, അതിനും മറുപടിയില്ല. പിന്നെ ഒരു VIP നടനെന്ന പരിഗണന കൊടുക്കണമോ എന്ന് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കൊരു സംശയം. വിഷയം മന്ത്രിയുടെ അടുത്തെത്തി. മന്ത്രി ഫയൽ പരിശോധിച്ചു, ഉടനടി ഉത്തരവിട്ടു. ഒരു പരിഗണനയും നടനെന്ന നിലയ്ക്കോ VIP എന്നുള്ള ഒരു പരിഗണനയും സുരാജ് വെഞ്ഞാറമൂടിന് കൊടുക്കേണ്ടതില്ല. സാധാരണക്കാരനായ ഒരു പൗരനോട് ഏത് തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ അതേ നിയമ നടപടി സുരാജ് വെഞ്ഞാറമൂടിനെതിരെയും സ്വീകരിക്കണം.
സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ് നടപടിയെങ്കിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകുകയാണ് കെ ബി ഗണേഷ് കുമാർ ചെയ്തെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒരു മന്ത്രി എങ്ങനെയാകണം, എങ്ങനെ ആകരുത് എന്നുള്ളതിന് പല ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഒരു മന്ത്രി എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ഉദാഹരണമാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നതിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരില്ല. വ്യക്തിപരമായ അദ്ദേഹത്തോട് യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകുന്ന ആളുകളുണ്ടാകാം. പക്ഷേ നിലപാടുകളിൽ തൻ്റെ മുന്നിൽ വരുന്നൊരു പ്രശ്നത്തിൽ ഇടപെടുന്ന രീതിയിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെത് മാതൃകാപരമായ പ്രവർത്തനമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.